സോ ഹേ ഗായ്സ്, ഇന്ന് ഞാൻ സാംസങ്ങിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ടിപ്പ് നോക്കുകയെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഗാലറി ആപ്ലിക്കേഷനിൽ പോവുക. ഗാലറി ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇവിടെ മെനു പറഞ്ഞ ഓപ്ഷൻ കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ഗാലറി ലാബ്സ് കാണാണ്ടല്ലോ, അതെങ്ങനെയാണ് ആദ്യം ആക്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. എബൌട്ട് ഗാലറിയിൽ പോവുക. ഗാലറിയിൽ പോയിട്ട് ഈ വേർഷൻ നമ്പർ കാണാണ്ടല്ലോ, ഈ വേർഷൻ നമ്പറിൽ ഒരു 5 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ലാബ്സ് ആക്ടിവേറ്റ് ആവണതായിരിക്കും. എന്നിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് ഈ ഗാലറി ലാബ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സേവ് ആസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. മേക്ക് എ പി ഡി എഫ് ഫയൽസ് വിത്ത് ഇമേജസ്, ക്രിയേറ്റ് സേവ് ആസ് പി ഡി എഫ് ആഫ്റ്റർ സെലക്ടിങ് ഇമേജസ്. ഇതൊന്ന് ഓൺ ആക്കി വെക്കുക. ഓൺ ആക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഗാലറിയിലൊന്ന് തിരിച്ചു പോവുക. തിരിച്ചു പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് പി ഡി എഫ് ആക്കി വെക്കേണ്ടത് അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ആയി കഴിഞ്ഞിട്ട് നമുക്കവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാമല്ലോ, ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് ആസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാവും. സേവ് ആസ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അവിടെ ഡീഫോൾട്ട് കൊടുക്കുക. ഡീഫോൾട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കവിടെ സേവ് ആസ് ഫയൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേവ് നോട്ട് ആസ് പി ഡി എഫ് ഫയൽ, ഇമേജ് ഫയൽ. അപ്പോൾ പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ സേവ് ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ട്രിക്ക് പറയാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കാണിച്ചറിയ ട്രിക്ക് എന്താ ചെയ്യാന്ന്. ഇപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് 4 ഫിംഗർ പ്രിൻറ്റ് നമുക്ക് നമ്മുടെ സാംസങ് ഫോണിൽ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ 4 ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് ഓപ്പൺ ആവും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ തമ്പ് വെക്കുകയാണെന്ന് വെച്ചാൽ ക്യാമറ ഓപ്പൺ ആവും. മീൻസ് ഇൻഡെക്സ് ഫിംഗർ വെക്കുകയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ ഓപ്പൺ ആവും. അങ്ങനെ നമുക്ക് ഓരോരോ ഫിംഗർ പ്രിൻറ്റ് വെക്കുമ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ലോക്ക് ചെയ്യാണ്. ഫോൺ ലോക്ക് ചെയ്തിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡിലത്തെ തമ്പ് ഞാൻ ഇങ്ങനെ അൺലോക്ക് ചെയ്യുമ്പോൾ ക്യാമറ ആപ്ലിക്കേഷൻ പോർട്രേറ്റ് മോഡിലാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ അൺലോക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോർട്രേറ്റ് മോഡിലേക്കാണ് പോണത്. അങ്ങനെ നമുക്ക് 4 ഫിംഗർ പ്രിൻറ്റിൽ 4 ആപ്ലിക്കേഷൻസ് നമുക്ക് ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇതിപ്പോൾ എം സീരീസ്, എഫ് സീരീസ് ഫോണിലൊന്നും വർക്ക് ചെയ്യില്ല. എ സീരീസ് ആൻഡ് എസ് സീരീസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ പോയിട്ട് സാംസങ് സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ടോ ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലഗിൻസ് ഉണ്ടാവും, ഇവിടേക്ക് പോവുക. പോയിട്ട് ഇവിടെ റൂട്ടീൻസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് ടു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഫിംഗർ പ്രിൻറ്റ് 2 എങ്ങനെയാണ് സെറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് 2, ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് 2 എൻ്റെ ഇൻഡെക്സ് ഫിംഗറാണ്. അപ്പോൾ ദെൻ ഗോ ടു വെബ്സൈറ്റ്. ഗോ ടു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യേണ്ട, അത് എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയിട്ട് ഇവിടെ നമുക്കിത് റിമൂവ് ചെയ്യാം. അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ എൻ്റെ അവിടെ ആഡ് വാട്ട് ദിസ് റൂട്ടീൻ വിൽ ഡു. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്ഷനൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആൻ ആപ്പ് ഓർ ഡു ആൻ ആപ്പ് ആക്ഷൻ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കൊരു കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് ഇവിടെ ഞാൻ വെറുതെ കാൽക്കുലേറ്റർ എന്ന് അടിക്കുക. കാൽക്കുലേറ്റർ അടിച്ചിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ബാക്ക് പോയിട്ട് ഞാൻ എൻ്റെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റർ ആവും ഓപ്പൺ ആവുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് 3ാമത്തെ 4ാമത്തെ ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഏത് ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഗുഡ് ലോക്കിൽ പോകുക. ഒന്നുകൂടി പോയിട്ട് രജിസ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂൾ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് രജിസ്റ്റർ ഒന്ന് ഓപ്പൺ ആവട്ടെ. ഇവിടെ ബാക്ക് ടാപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഓഫായിരിക്കും നിങ്ങളുടെ ഫോണിൽ. അതൊന്ന് ഓൺ ആക്കുക. ഓൺ ആക്കിയിട്ട്
ഇവിടെ ഡബിൾ ടാപ്പിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നിൽ വെറുതെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ സ്ക്രീൻഷോട്ട് എടുത്തത്. പിന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതേമാതിരി ഇവിടെ ട്രിപ്പിൾ ടാപ്പ് ഞാൻ ഓപ്പൺ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ട്രിപ്പിൾ ടാപ്പ് ഇവിടെ പിന്നിലടിക്കുമ്പോൾ കണ്ടില്ലേ ഓപ്പൺ ക്യാമറ ഓപ്പൺ ആയി. അപ്പോൾ ഇതുമാതിരി ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഷോർട്ട് കട്ട്സ് ആണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ വൈഫൈ സിഗ്നൽ നമ്മുടെ വീട്ടിൽ എവിടെയാണ് കുറവ് കിട്ടുന്നത്, എവിടെയാണ് നന്നായിട്ട് കിട്ടുന്നത് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈഫൈയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻ്റലിജൻറ്റ് വൈഫൈ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റലിജൻറ്റ് വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഒരു 5 എണ്ണം ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണക്ടിവിറ്റി ലാബ്സ് ആക്ടിവേറ്റ് ആവും. എന്നിട്ട് കണക്ടിവിറ്റി ലാബ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഹോം വൈഫൈ ഇൻസ്പെക്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഏതാണ് വൈഫൈ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ഒന്നുകൂടി നെക്സ്റ്റ് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാല്ലേ, വാക്ക് അറൗണ്ട് ഹോം ആൻഡ് ചെക്ക് വീക്ക് സിഗ്നൽ ഏരിയ, പ്ലീസ് ഡൺ ബട്ടൺ ടു ഫിനിഷ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ 4 പുറം നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് നന്നായിട്ട് നമുക്ക് സിഗ്നൽ കിട്ടുന്നത്, എവിടെയാണ് സിഗ്നൽ കുറവെന്ന്, വൈഫൈൻ്റെ സിഗ്നൽ. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ കീബോർഡ് എടുക്കുക. എന്നിട്ട് ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്ട്രാക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ക്യാമറയുടെ പെർമിഷനോ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു നോട്ട്ബുക്കോ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫോണിലേക്ക് ആ ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുമാതിരി നമുക്ക് കോപ്പി ചെയ്ത് ഏതെങ്കിലും നോട്ട്ബുക്കിൻ്റെയോ ന്യൂസ് പേപ്പറിൻ്റെയോ ആർട്ടിക്കിൾ എന്തെങ്കിലും കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ട്രിക്ക് പറയാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ സെർച്ചിൽ പോയിട്ട് സൈഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, ഞാൻ സ്പെല്ലിങ് തെറ്റടിച്ചു. സൈഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡബിൾ പ്രസ് ഉണ്ടാവും, അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ലോഞ്ച് ചെയ്യേണ്ടത് അത് നമുക്ക് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ടോർച്ച്. അപ്പോൾ ടോർച്ച് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഫോൺ ലോക്ക് ആണെങ്കിലും എനിക്കിവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ടോർച്ച് ഓൺ ആവും, അതേമാതിരി ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ടോർച്ച് ഓഫ് ആവും. ഇതെന്തായാലും യൂസ്ഫുൾ ആയ ഫീച്ചറാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി ഫോൺസിൻ്റെ 5 ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.